ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഇറങ്ങിയ ഒരു യാത്രയായിരുന്നു. ഫസ്റ്റ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ഫസ്റ്റ് വന്ന ബസ്സിൽ തന്നെ കയറിയിരുന്നു. അത് കണ്ണൂർ ബസ്സായിരുന്നു. അപ്പോൾ കണ്ണൂർ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ബസ്സിൽ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രകൃതി സൗന്ദര്യമൊക്കെ ഇങ്ങനെ കണ്ടു പുറത്തെ. അപ്പം നല്ല കണ്ണിന് കുളിർമ നൽകുന്ന നല്ല കാഴ്ചകൾ തന്നെയായിരുന്നു. പിന്നെ സ്റ്റാൻഡിലെത്തി. അവിടെ ഫസ്റ്റ് കണ്ട കടയിൽ തന്നെ കയറി ഒന്ന് കൂളാവാന്ന് വെച്ചിട്ട് ഐസ്ബർഗിൽ പിന്നെ പുട്ട് ഐസ്ക്രീം ഓർഡർ ചെയ്തു. 4 ഫ്ലേവറിലുള്ള പുട്ട് ഐസ്ക്രീമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. നോർമൽ ഐസ്ക്രീം തന്നെ, പക്ഷേ 4 ഫ്ലേവർ ഒന്നിച്ച് കഴിക്കാം. ഷേപ്പിൽ ചെറിയൊരു മാറ്റമുണ്ട്, പുട്ടിൻ്റെ ഷേപ്പ്. അതുപോലെ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നട്ട്സും കോൺഫ്ലെക്സും ഒക്കെ ചേർത്തിട്ട്. അങ്ങനെ നമ്മൾ 3 പേരും കൂടിയിട്ട് ഈ പുട്ട് ഐസ്ക്രീം ഒന്ന് തട്ടി. അതിന് ശേഷം ഒരു പ്ലാനിങ്ങിലും എത്തിയില്ല. അങ്ങനെ ഐസ്ക്രീം തീർന്നതല്ലാണ്ട് പ്ലാനിങ് ഒന്നും നടന്നില്ല. അങ്ങനെ ഐസ്ക്രീമെല്ലാം കഴിച്ചതിന് ശേഷം ഒരു പ്ലാനിലെത്തി. നമുക്കൊന്ന് പയ്യാമ്പലം ബീച്ച് ഇറങ്ങി പോകാം. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ട് പയ്യാമ്പലത്തിൽ പോയി. പക്ഷെ എത്തിയ ടൈം 1-1.5 ടൈമായിരുന്നു. അതായത് നന്ന വെയിലുള്ള സമയമായിരുന്നു. നട്ടുച്ചക്കായിരുന്നു എത്തിയത്. കണ്ണ് മീക്കാൻ പോലും കഴിയുന്നില്ല, ആ ഒരു ടൈമായിരുന്നു. എങ്കിലും നമ്മൾ ഒരു മരത്തണലിലിരുന്ന് വിശ്രമിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് ഓരോ സംഭവങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് കുറച്ച് നടന്നപ്പോൾ കുറേ ആൾ മീനൊക്കെ പിടിക്കുന്നത് കണ്ട് അതൊന്ന് ആസ്വദിച്ചു. പിന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ശവകുടീരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണിത്. നമ്മൾ പക്ഷെ അങ്ങോട്ടേക്കൊന്നും പോയില്ല. ഇങ്ങനെ കുറേ പ്രകൃതി സൗന്ദര്യമെല്ലാം ആസ്വദിച്ചു. ഫോട്ടോസും വീഡിയോസെല്ലാം എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ നടന്നു. തമാശകളും കളികളൊക്കെ ആയിട്ട്. ഇവിടെ ഷൂട്ടിങ്ങൊക്കെ നടക്കാറുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് എല്ലാവരും. ഇത് അടിപൊളി സ്ഥലം തന്നെയാണ്. ഇടയ്ക്ക് നല്ല വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്ത് നല്ല ഭംഗിയുണ്ടാവും. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിലിട്ടൊക്കെ ഇതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു വീട്ടിലേക്ക്. എന്നാലും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു യാത്ര തന്നെയായിരുന്നു. ഒരു പ്ലാനിങ് ഇല്ലാതെ യാത്ര ചെയ്യുമ്പോൾ അടിപൊളിയായിരുന്നു. ഒന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.